4 രജിസ്ട്രേഷൻ അല്ലെ 13 മോഡലിലെ രജിസ്ട്രേഷൻ ചെയ്ത വാഹനം കേട്ടോ. ഇന്നോവ G4 ടൈപ്പ് 4 ഒറിജിനൽ വരുന്ന വാഹനം കേട്ടോ. ഒരു മൂന്നാമത്തെ ഓണറിലാണ് ഇപ്പോൾ ഈ വാഹനം നിലവിലുണ്ടോ. അത്യാവശ്യം നമ്മൾ നല്ല ക്വാളിറ്റി തന്നെ വർക്ക് ചെയ്തൊരു വാഹനം ഉണ്ടോ. 1,85,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. ഇത് ലെഫ്റ്റ് സൈഡൊക്കെ പറയുകയാണെങ്കിൽ റീപ്ലേസ് കാര്യങ്ങളൊന്നും കാണാനില്ല. ഒരു ആവറേജ് ക്ലിയർ തന്നെയാണ് വണ്ടി കേട്ടോ. അലവിയിൽ ഇതിന് നമ്മൾ പിന്നെ വീണ്ടും അലവിയിൽ സൈഡ് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്ലിയർ തന്നെ ഈ വാഹനം. ബോഡി ലൈന് നല്ല ഉള്ള വാഹനം തന്നെ കേട്ടോ. പിന്നെ ഒരു 85-80% ടയർ ഈ വാഹനത്തിനുണ്ട്. റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇതിന് ഈ സൈഡും വരുന്നില്ല കേട്ടോ. അതേമാതിരി ബാക്ക് ഡിക്കിയും വരുന്നത് വലിയ കുഴപ്പമില്ലാത്ത ഡിക്കി തന്നെയാണ്. പിന്നെ ഒറിജിനൽ ഡിക്കിയാണ് വരുന്നത്. വലിയ കുഴപ്പമില്ല. KL71 നമ്മൾ രജിസ്ട്രേഷൻ ചെയ്തിട്ടോ. ഒറിജിനൽ ഡിക്കിയാണ്. അതുപോലെ പിന്നെ ഇവിടെ അങ്ങനെ അബ്രോണ് കാര്യങ്ങളൊന്നും ബാക്കത്തും വർക്ക് ചെയ്തിട്ടില്ലേ. ഇന്റീരിയൽ ഭാഗം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഇന്റീരിയൽ തന്നെയാണ്. നമ്മൾ പിന്നെ ഒരു ആൻഡ്രോയിഡ് ടച്ച് ഇതിൽ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറൊക്കെ ഒറിജിനൽ സീറ്റ് കവർ തന്നെയാണ് ഇതിനുള്ളത്. ലെതർ ടൈപ്പാണ് വരുന്നത് കേട്ടോ. ഈ വാഹനം വരുന്നത് 7 സീറ്ററാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് ഈ വാഹനം ഉള്ളത്. നമുക്ക് ഇതിൻ്റെ എൻജിൻ ഭാഗം കൂടി നോക്കാം. പുതിയ ബാറ്ററി ഇതിനുണ്ട്. അബ്രോണ് കാര്യങ്ങളൊന്നും വർക്ക് ചെയ്തിട്ടില്ല. അതുപോലെ ഇൻ്റർകൂൾ എൻജിനാണ് വരുന്നത്. 1,85,000 കിലോമീറ്ററാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത്. വലിയൊരു അപാകത അല്ലാത്ത ഒരു എൻജിൻ തന്നെയാണ് ഈ വാഹനത്തിന് വരുന്നത് കേട്ടോ. വലിയൊരു നോയ്സ് കാര്യങ്ങൾ ഒന്നും. മൂന്നാമത്തെ ഓണറിലാണ് ഇപ്പോൾ കേരളത്തിൽ നമ്മൾ KL71 റീ രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഒരു തേർഡ് പാർട്ടി ഇൻഷുറൻസും പുതിയത് ഈ വാഹനത്തിന് നിലവിലുണ്ട്. 2029 വരെക്കാലം ഇതിന് എഫ്സിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. ഏകദേശം നല്ല കുഴപ്പമില്ലാത്തൊരു വാഹനം തന്നെയാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കാൻ കോൺടാക്ട് നമ്പർ താഴ്ത്തി കൊടുക്കാം. അതുപോലെ നമ്മളിത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്രൈസ് നമുക്കൊരു 6,65,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനം കൊടുക്കട്ടോ. ഒരു 4 ലക്ഷം റുപ്യ വരെ അതിന് ഫിനാൻസും ലഭിക്കും കേട്ടോ. അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കട്ടോ. അതുപോലെ നമ്മൾ വീഡിയോസും ചാനലും നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഇത് ലൊക്കേഷൻ വരുന്നത് നിലമ്പൂർ, മലപ്പുറം ജില്ലയാണ്.